പുണ്യവാളന്റെ തിരുനാളിന്റെ നൊവേന നടക്കുന്നു, അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളുണ്ട്. അവർ ചിലപ്പോ 1000 2000 ഒക്കെ കൊടുത്തു കാണും. അതേസമയം അന്ന് തന്നെ മറ്റു പലരും യോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ പൈസയൊക്കെ എങ്ങോട്ട് പോകണു? അതിന് വ്യക്തമായിട്ടുള്ളതായ ഉത്തരം ഒരു ദിവസം ഒരു ഇടവക പള്ളിയിൽ ഓഫീസ് വഴിയോ അച്ഛന് നേരിട്ടോ നിങ്ങൾ 10 കുർബാന നിയോഗം കൊടുത്താലും അച്ഛൻ എടുക്കുന്നത് ഒരു കുർബാനയുടെ പണമാണ്. ഇനി അച്ഛൻ 2 കുർബാന ചെല്ലിയാലും അച്ഛന് 2ാമത്തെ കുർബാനയ്ക്കും 3ാമത്തെ കുർബാനയ്ക്കും 4ാമത്തെ കുർബാനയ്ക്കും നിയോഗങ്ങൾ എടുക്കാനുള്ളതായ അവകാശമില്ല. ക്രിസ്തുമസിലും ഉയർപ്പ് തിരുനാളിലും അതേസമയം പ്രത്യേക അവസരത്തിൽ അങ്ങനെ അച്ഛന് 3 കുർബാന ചൊല്ലാനുള്ളതായ പ്രത്യേകമായ ആനുകൂല്യമുണ്ട്. അല്ലാത്ത അവസരങ്ങളിൽ പുരോഹിതന് ഒരു കുർബാനയുടെ നിയോഗം എടുക്കാനായിട്ട് അവകാശമുള്ളൂ. നമ്മുടെ സഭയിൽ പൊതുവെ കാണുന്ന രീതി ഇതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ എങ്ങോട്ട് പോകും? അത് കുർബാനയുടെ നിയോഗമായിട്ട് സൂക്ഷിക്കപ്പെടും. അത് പിന്നീട് അരമനയിലേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ കുർബാനകൾ ഇല്ലാത്ത മിഷൻ പ്രദേശങ്ങളിലെ അച്ഛന്മാർക്ക് കുർബാന നിയോഗങ്ങൾ കിട്ടുന്നില്ല, അത് അങ്ങോട്ട് കൈമാറും. അല്ലാതെ അവിടെ തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.